ഷാൻ മുന്നാസ് ബ്ലോ ഇപ്പോൾ സമയം ഒരു 5:30 മണിയൊക്കെ ആയിക്കണം കേട്ടോ. ഇപ്പോൾ അടുക്കളയ്ക്ക് എത്തി ചോറ് വെക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഉള്ളിയും ക്യാരറ്റും ചെറുതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണിയൊക്കെ ആയി. അപ്പോഴാണ് മക്കൾ ഓരോരുത്തരെ വിളിച്ചത്. ആദ്യം തന്നെ ഷാനിമ്മനെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ മുന്നേ നീറ്റു കേട്ടോ. ഇവിടെ 7 മണിക്കാട്ടോ നിസ്കാരം. കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഞാനിട്ടു. ഇക്കും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കാട്ടോ. പിന്നെ മേക്കപ്പാണ്, പൗഡർ ഇട്ടാണ്ടാണ് വെളുപ്പിച്ച. അതന്നെ ഞങ്ങളെ മേക്കപ്പ്. മുടിയൊക്കെ ഒന്ന് വാർന്ന് ചൊക്കൂടട്ടെ. കുറേ ഒടിച്ച് ഞങ്ങൾ പുറത്തായി. ഓ ചേടാ ഇന്ന് നോക്കാണ്. ഞാൻ ആ കണ്ണട വെച്ചാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പള്ളിക്കൊക്കെ പോയത്. ഞാൻ അങ്ങനെ ഉണ്ട്. പിന്നെ ഓല് കളി തുടങ്ങിട്ടോ. പിന്നെ ഓലപ്പച്ചിൻ്റെ ചങ്ങായിമാരൊക്കെ വന്നിക്കണ്. ഓലുമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജുവമോളെ വീട്ടിലേക്കാണ് പോയത്. ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ജുവൻ്റെ വീട്ടിൽ നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ചോറാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സുകൾ മൊബൈൽ ഗെയിം കളിച്ചിരിക്കുകയാണ്. സിംതാത്ത അവിടെ പെരുന്നാൾക്ക് വന്ന് കുട്ടികൾക്കൊക്കെ മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് മൈലാഞ്ചിടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുറ്റത്ത് കുറച്ച് നേരം കളിച്ചിരുന്നു. ആശയും ജോവിയും ഓലപ്പാണ് കേട്ടോ ഞങ്ങൾ കളിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പോന്ന് ഞങ്ങൾ അടുത്ത വീട്ടിലെത്തി. ഇവിടെ ബിരിയാണി തന്നെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇലയിലാണ് തിന്നത്. അത് വേറെ രസമായിരുന്നു. ബീഫ് ബിരിയാണിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതാ ഐസ്ക്രീമും തിന്നിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ തത്തമ്മനെ അമ്മായിനൊക്കെ കൊണ്ടുവരാൻ പോയിക്കാണ് കേട്ടോ. പോയപ്പോൾ കുറേ മിഠായികളൊക്കെ വാങ്ങി തിന്ന് പോരെയാണ്. എല്ലാവരും കൂടിയിരിക്കുന്നു. അവിടെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ തന്നെ ഞങ്ങളെ കാക്കോലൊക്കെ ഞങ്ങൾ കൊണ്ടുവരാൻ വന്നു. ഞങ്ങൾ ഉമ്മാനോട് താക്കോലോട്ടത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാണ്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോവാൻ. ഇക്ക എന്തൊക്കെയോ വാശി പിടിച്ചാണ്ട് വണ്ടിയിൽ കയറുന്നു. ഞങ്ങൾ പോയി നേരെ താത്തമാൻ്റെ വീട്ടിൽ കാട്ട പോയത്. അത് നെല്ലിക്കുത്താണ്. അവിടെ ചിഞ്ചും മിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കാക്ക് പിന്നെ ഏത് പന്തിനെ കിട്ടിയാലും ഓൻ വെറുതെ ഓടില്ല. ഇഷ്ടമോളൊരു വണ്ടി കണ്ടപ്പോൾ ഞാനേ കയറി. അപ്പത്തിന് താത്തമ്മ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് നല്ല മന്തിയും
ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ താത്തമ്മ ഉണ്ടാക്കിയിരിക്കണത്. ഇതിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇക്കാക്കൊക്കെ നല്ല ഇഷ്ടമായിക്കണ്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. സമയം 8 മണിക്ക് കഴിക്കണം കേട്ടോ. ഞങ്ങളിപ്പോൾ പാടിക്കാട്ടിലോട്ട് എത്തിയിരിക്കുന്നത്. ഞങ്ങളെ അമ്മാൻ്റെ വീട്ടിലെത്തി. ഞങ്ങളെ അമ്മമ്മ ഇപ്പൊന്നും ഓടല്ല കേട്ടോ. ഓല ഹജ്ജിന് പോയതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ പെരുന്നാളും കഴിഞ്ഞു. പടച്ചോനെ എത്ര അടുത്തെന്നാ ചോറ് കഴിച്ചതെന്ന് മനസ്സിലാണില്ല. ഈ പെരുന്നാൾക്ക് എങ്ങനെയെന്നാ ഇത്രയും ചോറ് കഴിച്ചാൽ വെച്ചത്. അപ്പം അടിപൊളി പെരുന്നാൾ. എല്ലാവർക്കും ഇതും പറ.